നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 5th ചാപ്റ്ററാണ്, അതായത് 5th മൊഡ്യൂളാണ്. അത് ഡിജിറ്റൽ സെക്യൂരിറ്റി. നമ്മുടെ മൊഡ്യൂളുടെ പേര് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്നാണ്. ഇപ്പോൾ നെയിമിൽ തന്നെ ഉണ്ട്, നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്ന സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെ എടുക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ IT ആക്ട്, നമ്മളുടെ ഡിജിറ്റൽ വേൾഡിൽ പേയ്മെൻറ്റ്സിനെ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള IT ആക്ട് കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 4th ചാപ്റ്ററിലാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 4th ചാപ്റ്ററാണ്. 4th ചാപ്റ്ററിൽ ഈ പേയ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് 4th ചാപ്റ്റർ. അപ്പോൾ അത് സെമിനാറായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇ-കൊമേഴ്സ് പഠിക്കുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പേയ്മെൻറ്റ് സിസ്റ്റം, ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടും ഓൺലൈൻ ബാങ്കിങ് പോലത്തെ സർവീസസ് ഇപ്പോൾ അവൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റ്സ്, അതായത് ഇലക്ട്രോണിക് മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ്സ് നടത്തുന്നതിനോടൊപ്പം തന്നെ അതുവഴിയുള്ള ത്രെറ്റ്സ് അല്ലെങ്കിൽ അതുവഴിയുള്ള ഫ്രോഡും കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ വരുന്ന സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളുടെ പേയ്മെൻറ്റ് സിസ്റ്റം ഓൺലൈനായിട്ട് മാറിയപ്പം, അല്ലെങ്കിൽ ടെക്നോളജി അതിനനുസരിച്ച് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞപ്പം അതിനോടൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്, ഓരോ ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡിലും ലൂപ്പ് ഹോൾസ് ഉണ്ട്. നമുക്ക് പേഴ്സണൽ ഡാറ്റ, ഒരു കസ്റ്റമറെ സംബന്ധിക്കുന്ന പേഴ്സണൽ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് ടെക്നിക്കലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ നമ്മൾ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഫ്രോഡുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധേഡ് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണ് ഇന്ന് ഇൻ്റർനെറ്റ് ഏരിയാസിൽ, ഇ-കൊമേഴ്സ് മേഖലയിൽ ഉള്ളത് എന്നാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അതിലിപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഡിജിറ്റൽ സെക്യൂരിറ്റി. നമ്മളുടെ ചാപ്റ്ററിൻ്റെ നെയിം ഡിജിറ്റൽ സെക്യൂരിറ്റി ആണ്. സോ വാട്ട് ഈസ് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്നാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. ഡിജിറ്റൽ സെക്യൂരിറ്റി റെഫേഴ്സ് ടു ദ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്കൽ മെഷേഴ്സ് and to prevent unauthorized access, alteration, theft or physical damage to information system. എന്താ നമ്മളുടെ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ PC ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ് ദ മൊബൈൽ ഫോൺസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ടെക്നിക്കൽ ഡിവൈസിനെ നമുക്ക് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് ഫിസിക്കലി ഡാമേജ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡാറ്റേനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള ഏതൊരു അൺഓതറൈസ്ഡ് ആക്സസ് അല്ലെങ്കിൽ ഓൾട്ടറേഷനെ നമുക്ക് ഡിജിറ്റൽ സെക്യൂരിറ്റി തെഫ്റ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാവുന്നതാണ്. ഇത്തരത്തിൽ വരാവുന്ന അൺഓതറൈസ്ഡ് ആക്സസ്, ഓൾട്ടറേഷൻ, തെഫ്റ്റ് ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മെഷേഴ്സ്, ഇതിൻ്റെ പോളിസീസ്, പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് IT ആക്ട്. അതാണ് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത്. അതുകൂടാതെ ഈ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഡാമേജസ്, നമ്മളുടെ സിസ്റ്റത്തിന് ഡാമേജ് ചെയ്യുന്ന ഏതൊരു അൺഓതറൈസ്ഡുള്ള ആക്സസ് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മെഷേഴ്സിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ നമുക്ക് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന ടേമിൽ കവർ ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷനെയാണ്, നമ്മളുടെ യൂസേഴ്സിന് കിട്ടുന്ന പ്രൊട്ടക്ഷനെയാണ് നമ്മൾ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഡിജിറ്റൽ സെക്യൂരിറ്റി റെഫേഴ്സ് ടു ദ എഫേർട്സ് ടു പ്രൊട്ടക്ട് ദ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഫ്രം ദ റെലവൻറ്റ് ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ടൈപ്പ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമ്മളിപ്പോൾ ഗൂഗിൾ പേ തന്നെ എടുക്കുക, ഇതിൽ വരാവുന്ന ത്രെറ്റ്സ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. നമ്മളുടെ ഇൻഫോർമേഷൻസ് മറ്റൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആക്സസ് ചെയ്യുന്നു. അതുവഴി നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്
മനസ്സിലാക്കുന്നു ആൻഡ് നമ്മളുടെ ട്രാൻസാക്ഷൻസ് മറ്റൊരു പേഴ്സൺ കൺട്രോൾ ചെയ്യുക. ഇത്തരത്തിലുള്ള തെഫ്റ്റ് പോലെ ഒരുപാട് ത്രെറ്റ് നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എഫേർട്സ് അല്ലെങ്കിൽ മെഷേഴ്സിനെ നമുക്ക് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറയാം. ഈ ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിന് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്ന മെർച്ചൻസിനാണെങ്കിലും. അതായത് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സൂപ്പർ മാർക്കറ്റ് പോലത്തെ എവിടെ നിന്നാണ് നമ്മൾ ഷോപ്പിംഗ് നടത്തുന്നത്, വിർച്വൽ ആകാം അല്ലെങ്കിൽ ഫിസിക്കൽ മാർക്കറ്റ് ആകാം, ഏതാണെങ്കിലും ആ ഒരു മെർച്ചൻ്റ് ആണെന്നുണ്ടെങ്കിൽ മെർച്ചൻറ്റിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അണ്ടർ ഡിജിറ്റൽ സെക്യൂരിറ്റി. ആൻഡ് ഇൻ കേസ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിജിറ്റൽ സെക്യൂരിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് അതുകൂടാതെ റെഗുലർ യൂസേഴ്സ് കൺസ്യൂമേഴ്സും ഡിജിറ്റൽ സെക്യൂരിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെക്യൂരിറ്റി, ഡിജിറ്റൽ സെക്യൂരിറ്റി? ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഡിവൈസസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മളുടെ യൂസർ ഡാറ്റ ആണെന്നുണ്ടെങ്കിലും ഇതിന് സംഭവിക്കാവുന്ന ഡാമേജസ് അത് പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റീൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഓർ സൈബർ സെക്യൂരിറ്റി objective is to prevent or mitigate harm to or destruction of the computer network, application, devices and data. പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യുക. പ്രിവെൻറ്റ് ചെയ്യുക മീൻസ് ടോട്ടലി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയാത്ത ചില പ്രോബ്ലംസ് അല്ലെങ്കിൽ ത്രെറ്റ് ഉണ്ടാകും, അതിനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം. മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു എ പോസിബിൾ എക്സ്റ്റെൻറ്റ് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് കൂടെ നമ്മളുടെ സൈബർ സെക്യൂരിറ്റിയിൽ ഒബ്ജക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഇനി അതിനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഡിജിറ്റൽ സെക്യൂരിറ്റീൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് CIA എന്നുള്ളൊരു കോഡ് വെച്ചിട്ട് അത് പഠിക്കാം. ദാറ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി ആർ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിജിറ്റൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരുപാട് നമ്മളുടെ പേഴ്സണൽ ഡാറ്റ ആണെങ്കിലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഹോം ഡീറ്റെയിൽസ് ആണെങ്കിലും ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ നമ്മൾ ഓൺലൈൻ മീഡിയാസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പ്രൈവറ്റ് ആയിരിക്കണം. നമ്മളുടെ ഓതറൈസ്ഡ് ആക്സസ് അല്ലാതെ മറ്റൊരു അൺനോൺ പേഴ്സണിന് ആക്സസ് ചെയ്യാൻ കഴിയരുത്. സോ കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ഷുഡ് ബി പ്രൈവറ്റ് ഇൻ നേച്ചർ. നമുക്ക് പ്രൈവറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻ ആയിരിക്കണം. ഇതിനെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പേർപ്പസിന് വേണ്ടിയായിരിക്കണം നമ്മളുടെ ഡാറ്റ കീപ്പ് ചെയ്യുന്നത്. അതിന് പുറമെ മറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടായിരിക്കരുത് എന്നാണ് കോൺഫിഡൻഷ്യാലിറ്റി ഒബ്ജക്റ്റീവിൽ പറയുന്നത്. അതായത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പേഴ്സൺസിന് മാത്രം, ചിലപ്പോൾ നമുക്കാവാം അല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ഫണ്ട് തരുന്ന ബാങ്കിന് മാത്രമായിരിക്കും നമ്മളുടെ ഡാറ്റ വ്യൂ ചെയ്യാൻ കഴിയുന്നത്. അതല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടിക്ക് വ്യൂ ചെയ്യാൻ പറ്റരുത് എന്നാണ് കോൺഫിഡൻഷ്യാലിറ്റി ഒബ്ജക്റ്റീവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇൻറ്റഗ്രിറ്റി. The information should be protected from unauthorized alteration, modification and misuse. ഓക്കെ, ഇൻറ്റഗ്രിറ്റി മീൻസ് എന്താണ്? നമ്മളൊരു ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫോർമേഷൻ നമ്മളുടെ അക്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആകാം അല്ലെങ്കിൽ നമ്മളുടെ ഗൂഗിൾ പേ പോലത്തെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന അക്കൗണ്ട്സ് ആകാം. വാട്ടെവർ നമ്മൾ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു പേഴ്സണിന്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണിന് ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ കഴിയരുത്. നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്കത് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ
നമ്മളുടെ ഇൻഫോർമേഷൻസിൽ ചേഞ്ചസ് വരുത്തുക, നമ്മളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യുക. ഇത് പോസിബിൾ അല്ലാതിരിക്കുന്ന സിറ്റുവേഷനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ഡാറ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. ഓക്കെ, അൺഓതറൈസ്ഡ് ഓൾട്ടറേഷൻ ഓർ മോഡിഫിക്കേഷൻ ഷുഡ് നോട്ട് ബി ദർ. Then last one, availability. The information should be available and usable whenever it is needed. എന്തായിരിക്കണം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് റിട്രീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് നമുക്കൊരു ഗൂഗിൾ പേ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പാസ്വേഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മളുടെ പാസ്വേഡ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു സെക്യൂരിറ്റി കൺസേൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാസ്വേഡ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കംസ് അണ്ടർ ദ ഡിജിറ്റൽ സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ 3 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് CIA, കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ദെൻ വാട്ട് ആർ ദ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇൻ ഇൻ്റർനെറ്റ് ആൻഡ് ഇ-കൊമേഴ്സ്? നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇ-കൊമേഴ്സ് മേഖലയെയാണ്. അതായത് പേയ്മെൻറ്റ്സിൽ ഏതൊക്കെ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ഓൺലൈൻ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഡെബിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ATM കാർഡ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡ്സ് ആണെന്നുണ്ടെങ്കിലും കാർഡ് ട്രാൻസാക്ഷൻസ് വരുന്നത് ഇ-കൊമേഴ്സിലാണ്. അതല്ലാതെ മൊബൈൽ ബാങ്കിങ്ങും ഇ-കൊമേഴ്സിൽ വരുന്നതാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് ഓൺലൈൻ ബാങ്കിങ് ആർ കംസ് അണ്ടർ ഇ-കൊമേഴ്സ്. ദെൻ എന്തൊക്കെ വരാം, ഓൺലൈൻ ഷോപ്പിംഗ് മെത്തേഡ്സ്, ഇതൊക്കെ നമുക്ക് ഇ-കൊമേഴ്സിൽ അണ്ടറിൽ വരുന്നതാണ്. ഇത് നമുക്ക് നോക്കി കഴിയുമ്പോൾ അതിൽ എന്തൊക്കെ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണെന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പം ഒരുപാട് ടൈപ്പ് സെക്യൂരിറ്റി ത്രെറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ മേജർ വണ്ണാണ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഇതല്ലാതെയും ഒരുപാട് ഈവൻ കമ്പ്യൂട്ടർ വൈറസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈറസസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സബ് ഡിവിഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. മെയിനായിട്ടുള്ള സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ വൈറസ്. A computer virus is a program that can copy itself and infect a computer without the permission or knowledge of the user. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളുടെ ഒരു ബയോളജിക്കൽ ബോഡിയിലെടുത്ത് നോക്കുകയാണെങ്കിൽ വൺസ് ദ വൈറസ് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി ബോഡി പാർട്സിനെ കൂടെ എന്ത് ചെയ്യും, അത് ഇൻഫെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതല്ലെങ്കിൽ മറ്റ് എന്താ പറയുക, പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റ് പേഴ്സണിലേക്കും വൈറസ് എന്ത് ചെയ്യും, ഡൈവേർട്ട് ആവാൻ തുടങ്ങും. ലൈക്ക്വൈസ് ഇൻ കമ്പ്യൂട്ടർ ഏരിയ വൈറസ് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഹോൾ പാർട്ടിനെ ഡാമേജ് ചെയ്യാനുള്ളൊരു എബിലിറ്റി എന്ന് പറയുന്നത് വൈറസിനുണ്ട്. സോ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോഗ്രാം. ഇത് ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് കമ്പ്യൂട്ടർ വൈറസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എയിം ചെയ്തിരിക്കുന്നത് നമ്മളുടെ സിസ്റ്റം ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ സിസ്റ്റം ഡാമേജ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ വൈറസ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കോപ്പി ഇറ്റ് സെൽഫ്. എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു വൈറസ് ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈറസിന് തന്നെ അത് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് റിപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് മൾട്ടിപ്പിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കമ്പ്യൂട്ടർ വൈറസ്. ഓക്കെ, ഇറ്റ് ക്യാൻ കോപ്പി ഇറ്റ് സെൽഫ് ആൻഡ് ഇൻഫെക്റ്റ് എ കമ്പ്യൂട്ടർ വിത്തൗട്ട് ദ പെർമിഷൻ ഓർ നോളജ് ഓഫ് ദ യൂസർ. വൺസ് അത് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ടോട്ടൽ സിസ്റ്റം എന്തായി പോകും, ഡാമേജ് ആയി പോകും. They usually affect the data on a computer either by altering or deleting it. എങ്ങനെയാണ് സാധാരണ നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ വൈറസ് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, മൊബൈലിലാണെങ്കിലും കമ്പ്യൂട്ടേഴ്സിലാണെന്നുണ്ടെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, സോഷ്യൽ മീഡിയ
യൂസ് ചെയ്തുകൊണ്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗൂഗിളിലാണെന്നുണ്ടെങ്കിലും ഒരു അൺനോൺ ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വൈറസ് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി അലേർട്ട് നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിൽ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയണമെങ്കിൽ അവിടെ ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസം ഉണ്ടാകണം. അതാണ് നമ്മളുടെ ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ വൈറസ് എൻ്റർ ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിലാകാം, അല്ലെങ്കിൽ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്താകാം, അല്ലെങ്കിൽ നമ്മളുടെ ഇമെയിൽ വഴി നമുക്ക് ചില കേസിൽ ചില അറ്റാച്ച്മെൻറ്റ്സ് പോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എഫക്റ്റ് ചെയ്യുന്ന വൈറസ് അങ്ങനെയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, നമ്മൾ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാത്ത വെബ് ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മളെ അൺനോൺ ആയിട്ടുള്ള മറ്റൊരു പേജിലേക്കാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ വൈറസ് അറ്റാക്ക് വരാവുന്ന ചാൻസസ് ആണ്. ഇനി ഇൻ കേസ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ ഡാറ്റനെ ഓൾട്ടർ ചെയ്യും, അതായത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് സിസ്റ്റത്തിന് മറ്റൊരു പ്രോഗ്രാമിംഗ് ആയിട്ട് ചേഞ്ച് ചെയ്യാം, ഓർ ഡിലീറ്റിംഗ് ഇറ്റ്. നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവാം, ഡിലീറ്റ് ആവാം. നമ്മൾ പേഴ്സണലി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റനെ സ്റ്റീൽ ചെയ്യാം. ഇറ്റ് മേ സ്റ്റീൽ അവർ ഡാറ്റ ഓർ അവർ ബാങ്ക് ഡീറ്റെയിൽസ്. നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റീൽ ചെയ്യാം മീൻസ് അവരുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് സ്റ്റീൽ ചെയ്യാം. ഓർ നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് കമ്പ്യൂട്ടർ വൈറസ് എൻ്റർ ചെയ്യുന്നത്, അത് നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിന് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് ടു എബിലിറ്റേറ്റ് അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു അനദർ കമ്പ്യൂട്ടർ ഫയൽ. ഓക്കെ, നമ്മളൊരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഇമെയിൽ അയക്കുന്നതോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് വഴിയൊക്കെ നമ്മൾ USB വഴിയോ നമ്മളൊരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ് കമ്പ്യൂട്ടർ വൈറസ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കമ്പ്യൂട്ടർ വൈറസിൽ പറയാനുള്ളത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് മെലീസ വൈറസ് പറയാം. വേർഡ് ഡോക്യുമെൻ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വൈറസാണ് മെലീസ വൈറസ്. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറയുന്നത് വോംസ് ആണ്. ഓക്കെ, വോംസ് എന്ന് പറഞ്ഞാൽ വൈറസിൻ്റെ തന്നെ ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡാണ് വോംസ് എന്ന് പറയുന്നത്. മോർ ലൈക്ക് വൈറസ് ബട്ട് സം ചേഞ്ചസ്. ആ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡിവൈസസ് വഴി ഫയൽ ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വൈറസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വോംസ് എന്ന് പറയുന്നത് അതിന് തന്നെ സ്വയം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അവിടെ ഒരു ഹ്യൂമൻ മെയ്ഡ് ഫയൽ ട്രാൻസ്ഫറിൻ്റെ ആവശ്യമില്ല. വൺസ് ഈ ഒരു വോംസ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി മറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് കൂടെ എൻ്റർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വോംസ് are the programs that reproduce, execute independently and travel across the network connections. നെറ്റ്വർക്ക് കണക്ഷൻസ് മീൻസ് നമ്മൾ നെറ്റ്വർക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഏതൊരു കമ്പ്യൂട്ടർ ആണെങ്കിലും ആ ഒരു കമ്പ്യൂട്ടേഴ്സിലേക്ക് ഇൻഡിപെൻഡൻ്റ്ലി റീപ്രൊഡ്യൂസ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും എബിലിറ്റി ഉള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസാണ് വോംസ് എന്ന് പറയുന്നത്. A computer worm can execute completely independently and spread on its own accord through network connection. എന്താ നമ്മൾ ഹ്യൂമൻ മെയ്ഡ് ഇൻട്രാക്ഷൻസ് ഒന്നും ആവശ്യമില്ല. കമ്പ്യൂട്ടർ തന്നെ സ്വയം ഇൻഡിപെൻഡൻ്റ്ലി എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻ കേസ് ഓഫ് വോംസ് they merely make functional copies of themselves and do this repeatedly till they consume all the available space on a computer's memory. ആൻഡ് ഇതെപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ കമ്പ്യൂട്ടർ മെമ്മറീനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു റിപ്ലിക്കേഷൻസ് നിൽക്കുന്നുള്ളൂ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. അതുവരെ എന്ത് ചെയ്തു ഈ ഒരു വോംസ് മൾട്ടിപ്പിൾ സ്പേസസിലേക്ക്
ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ടോട്ടൽ സിസ്റ്റത്തിനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ വോംസിന് ഒരുപാട് ടൈപ്സ് കിട്ടും, ഓർ എക്സാമ്പിൾസ് കിട്ടും. ലൈക്ക് മെലീസ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറസിൽ വരുന്ന ഒരു കമ്പ്യൂട്ടർ വൈറസിൻ്റെ ഒരു ടൈപ്പാണ് മെലീസ പറയുന്നത്. അതുപോലെ ചില വൈറസും വോംസും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയാത്ത ടൈപ്പ് ഓഫ് വൈറസ് ആൻഡ് വോംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഐ ലവ് യു എന്ന് പറയുന്ന ഒരു ഇമെയിൽ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വോംസാണ് ഐ ലവ് യു എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്പെൽഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരുന്നതാണ്. ഇതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ടാണ് ഐ ലവ് യു എന്ന് കൊടുക്കുന്നത്. ലൈക്ക് നമ്മുടെ ഒരു കണ്ടൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമെയിൽ സിസ്റ്റത്തിനെ തന്നെ ഹാക്ക് ചെയ്യുന്നു. നമ്മളുടെ എത്രത്തോളം റെസിപ്പിയൻറ്റ് നമുക്കുണ്ടോ അതിലേക്കൊക്കെ ഫോൾസ് മെസ്സേജസ്, അല്ലെങ്കിൽ എന്താണോ സിസ്റ്റം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജ് എന്താണോ അതിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വോമാണ് ഐ ലവ് യു എന്ന് പറയുന്നത്. ഇതുപോലെ ചെർണോബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ വോംസ് ഉണ്ട്. മൈ ഡൂം എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്. പിന്നെ അതുകൂടാതെ നിംഡ എന്ന് പറഞ്ഞ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് വോംസ് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്താ പറയുക, നമ്മളുടെ പേഴ്സണൽ ഡാറ്റ മറ്റൊരു അൺനോൺ ആയിട്ടുള്ള പേഴ്സൺ ആക്സസ് ചെയ്യാണ്. പേഴ്സണൽ ഡാറ്റ മീൻസ് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ കോളർ ഐ ഡീസ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഡാറ്റാസ് ആകാം. വാട്ടെവർ, അത് നമ്മളുടെ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവരത് ആക്സസ് ചെയ്യാണ്. ആൻഡ് അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മറ്റ് കോണ്ടാക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ട്രാൻസാക്ഷൻസ് അവർ തന്നെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. Identity theft and identity fraud are terms used to refer to all type of crimes in which someone wrongfully obtains and uses another person's personal data in some way that involve fraud or deception, typically of economic gain. സാധാരണയായിട്ട് ഇത് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിലാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടക്കുന്നത്. നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്തതിന് ശേഷം നമ്മളുടെ അക്കൗണ്ട് മറ്റൊരാൾ മാനേജ് ചെയ്യുന്നു. നമ്മൾ അതിന്ന് പേയ്മെൻറ്റ്സ് പോയി കഴിഞ്ഞ് അക്കൗണ്ട് ബാലൻസ് 0 ആവുന്ന സമയത്തെ നമ്മളത് മനസ്സിലാക്കുള്ളൂ. ഇതൊരു ടൈപ്പ് ഓഫ് ഫ്രോഡാണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ത്രെറ്റാണ്. ആൻഡ് അനദർ വൺ ഈസ് സ്പൂഫിംഗ്. ഐഡൻറ്റിറ്റി തെഫ്റ്റിൻ്റെ മറ്റൊരു രൂപമാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ടേംസുകൾ വരും. സ്പൂഫിംഗ്, സ്നിഫിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടേംസ് വരും. അപ്പോൾ അതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പൂഫിംഗ് ഇസ് വെൻ ആൻ അറ്റാക്കർ impersonate an authorized device or user to steal data, spread malware or bypass access control system. ഇവിടെ നമ്മൾ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ നമ്മളുടെ ഡാറ്റ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ ഡാറ്റ മീൻസ് നമ്മളുടെ ഡിവൈസ്, നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ ഫോൺ ആകാം, യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യാണ്. ആൻഡ് അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ട്രാൻസാക്ഷൻസിനെ ബൈപ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് സ്പൂഫിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സ്പൂഫിംഗ് സാധാരണ നടക്കുന്നത് ഇമെയിൽസ് വഴി അല്ലെങ്കിൽ കോളർ ഐ ഡി, വെബ്സൈറ്റ് വഴിയൊക്കെയാണ് സാധാരണ സ്പൂഫിംഗ് നടത്തുന്നത്. ഇമെയിൽ വഴി എന്ന് പറയുന്നത് നമ്മളുടെ ഇമെയിൽ പോലെ തന്നെ മറ്റൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് അതിൽ നിന്ന് മെയിൽ സെൻഡ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുക, നമ്മളുടെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തുന്നു. അതായത് ആക്ച്വലി നമ്മളല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടെ അത് നമ്മളുടെ പേഴ്സണൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ കോളർ ഐ ഡീസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ കോളർ ഐ ഡി നമ്മളൊരു അൺനോൺ
എന്താ പറയുക, സോഴ്സിൽ നിന്ന് നമുക്കൊരു കോള് വരികയാണ്. നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ മൊത്തം എന്ത് ചെയ്യാണ്, ആ ഒരു അൺനോൺ പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുവഴി നമ്മളുടെ ഡാറ്റ അവർക്ക് കിട്ടുകയാണ്. അതല്ലെങ്കിൽ വെബ്സൈറ്റ്, നമ്മളുടെ വെബ്സൈറ്റ് പോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ മറ്റൊരു പേഴ്സൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡാറ്റ മൊത്തം സ്റ്റീൽ ചെയ്യുന്നത്. ഇതൊക്കെ സ്പൂഫിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ്. ഓക്കെ, ഇതുവഴി അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ പേഴ്സണൽ ഡാറ്റ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ടൈപ്സ് ഇനിയും വരുന്നുണ്ട്. അത് നെക്സ്റ്റ് സ്ലൈഡിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് ഓൺലൈൻ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് സാധാരണ വരുന്ന ഒരു സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ കേസ് ഇൻറ്റേർണൽ ഫ്രോഡ് തന്നെ വരാം. ഇങ്ങനെ ഈ ഒരു ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യാതെ തന്നെ ഇൻറ്റേർണൽ ഫ്രോഡും ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഇൻസൈഡായിട്ട് വരുന്ന ഇൻറ്റേർണലായിട്ട് വരുന്ന സ്റ്റാഫ് തന്നെ അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, ബിസിനസ് അറിയാതെ തന്നെ ചില പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് ചാർജസ് ഈടാക്കാതിരിക്കുക. അതായത് ചെറിയ പ്രൊഡക്റ്റിനല്ല പറയുന്നത്, വലിയൊരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിന് ചാർജ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അവിടുന്ന് തെഫ്റ്റ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ തെഫ്റ്റ് ഓഫ് സ്റ്റോക്ക്, ഇതൊക്കെ ഇൻറ്റേർണൽ ഫ്രോഡാണ്. പക്ഷേ ഇത് നമുക്ക് ടെക്നിക്കലി കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ്. ഓക്കെ, അപ്പം ടെക്നിക്കലി നടക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇൻ്റർനെറ്റ് ആൻഡ് ഇ-കൊമേഴ്സ് മേഖലയിലുണ്ട്. അപ്പോൾ അതാണ് ഇനി നമുക്ക് ബാക്കി കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.